ഹമാസ് ബന്ദിയാക്കപ്പെട്ട തൻ്റെ മകനു വേണ്ടി ഇസ്രായേൽ പാർലമെന്റിൽ ആഞ്ഞടിച്ച ഒരു അമ്മ മനസ്സ് അത് ലോകത്തിൻ്റെ ഏതു കോണിലായാലും ഏതു ഭാഷ സംസാരിക്കുന്ന അമ്മ ആയാലും അമ്മയുടെ സ്നേഹത്തിന് ഒരേ ഭാഷ തന്നെയാണ്. അത് ഒരുപോലെ തന്നെയാണ് എന്ന് തെളിയിക്കുകയാണ് ഇസ്രായേലിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ സംഭവം. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ സൈനികർ അടക്കമുള്ളവരെ 437 ദിവസമായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതിനെ ചോദ്യം ചെയ്താണ് ഇസ്രായേൽ പാർലമെന്റ് നെസറ്റിൽ പൊട്ടിത്തെറിച്ച ബന്ദിയായ യുവാവിന്റെ മാതാവ്. ബന്ദിയായ മദൻ സൻഗൌക്കറുടെ അമ്മ ഐനവ് സൻഗൌക്കറാണ് ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ പാർലമെന്റിൽ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. തന്റെ മകൻ ഗസയിൽ കൊല്ലപ്പെട്ടാൽ നിയമം കയ്യിലെടുക്കുമെന്ന് മന്ത്രി സെവ് എൽക്കിന് ഇവർ മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെ ഇവരെ സെക്യൂരിറ്റി ഗാർഡ് നെസറ്റിൽ നിന്ന് പിടിച്ചു പുറത്താക്കി. നെഗവ് ഗലീലി വികസന കമ്മിറ്റി ചർച്ചയ്ക്കിടെയായിരുന്നു ഈ അമ്മയുടെ പൊട്ടിത്തെറിക്കലുണ്ടായത്. ഇസ്രായേൽ സർക്കാർ ജനങ്ങളോട് കള്ളം പറയുകയാണ് എന്നും ബന്ദിമോചന കരാറിലെത്താൻ ഒന്നും ചെയ്യുന്നില്ല എന്നും ഐനവ് സൻഗൌക്കർ ആരോപിച്ചു. മന്ത്രി സെവ് എൽക്കിനോട് ഇവർ വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. എന്റെ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ബന്ദികളിൽ കുറച്ചുപേർ മാത്രമേ ഇപ്പോൾ ജീവനോടെ ഉള്ളൂ. ഇനി എന്റെ മകനെ ബോഡി ബാഗിലോ ശരീരഭാഗങ്ങളായോ തിരികെ എത്തിച്ചാൽ ഞാൻ നിങ്ങളെ വിചാരണയ്ക്ക് കൊണ്ടുവരില്ല, പകരം നിയമം കയ്യിലെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഒക്ടോബർ 7 ബന്ദികളാക്കപ്പെട്ടവരിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. ഞങ്ങൾ എല്ലാവരും തിരികെ കൊണ്ടുവരും എന്ന് നിങ്ങൾ നുണ പറയുകയാണ്. നിങ്ങളുടെ കസേര കാക്കാനാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം, ഐനവ് സൻഗൌക്കർ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് നെസറ്റ് സെക്യൂരിറ്റി ഗാർഡുകൾ ഇവരെ ബലപ്രയോഗത്തിലൂടെ പിടിച്ചു പുറത്താക്കിയത്. ഹമാസുമായി കരാറിൽ ഏർപ്പെടണം എന്നാവശ്യപ്പെട്ട് പ്രതിഷേധം തുടരാൻ ഇസ്രയേലി ജനതയോട് ഇവരുടെ മകൻ മദാൻ സൻഗൌക്കർ ആഹ്വാനം ചെയ്തു. ഇവരുടെ മകന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ടിരുന്നു. അതേസമയം സിറിയൻ ഏകാധിപതി ബഷാറുൽ അസദിന്റെ പതനത്തിനു പിന്നാലെ അധിനിവേശ ഗോലാൻ കുന്നുകളിൽ വൻതോതിൽ ജൂത കൊടിയേറ്റത്തിന് ഇസ്രായേൽ ഒരുങ്ങുകയാണ്. ഗോലാൻ കുന്നുകളിൽ സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ച് കുടിയേറ്റം ഇരട്ടിയാക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകി. ഗോലാൻ കുന്നുകളിൽ നിലവിലുള്ള ഇസ്രായേൽ ജനതയുടെ എണ്ണം ഇരട്ടിയാക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ ഐക്യകണ്ഠേന അംഗീകാരം നൽകിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. 1967 മുതൽ ഇസ്രായേൽ കൈവശം വയ്ക്കുന്ന ഗോലാൻ കുന്നുകളിലാണ് പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കുന്നത്. സിറിയയിലെ ശൂന്യത മുതലെടുത്ത് 1974 UN മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ഡിമിലിറ്ററൈസ്ഡ് സോണായി പ്രഖ്യാപിച്ച മേഖലയിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറിയിരുന്നു. കൂടാതെ സിറിയയുടെ സൈനിക സന്നാഹങ്ങളും ആയുധശേഷിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നശിപ്പിക്കുകയും ചെയ്തു. ഇതിലൂടെ അടുത്തെങ്ങും സൈനികമായി സിറിയ ഒരു വെല്ലുവിളിയാകില്ല എന്ന് ഉറപ്പിക്കാനും ഇസ്രായേലിനായി. ഈ അനുകൂല സാഹചര്യം മുതലെടുത്താണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എതിർപ്പിനിടയിലും അധിനിവേശ ഗോലാൻ കുന്നുകളിൽ ജൂത കുടിയേറ്റം ഇരട്ടിപ്പിക്കുന്നത്. $11 മില്യൺ സെറ്റിൽമെന്റ് പദ്ധതിക്കാണ് സർക്കാർ അംഗീകാരം നൽകിയത്. നിലവിൽ സിറിയയിൽ നിന്ന് അനധികൃതമായി കൈവശപ്പെടുത്തിയ ഗോലാൻ കുന്നുകളിൽ 30ഓളം സെറ്റിൽമെന്റുകളിലായി 31,000-ലധികം പേർ താമസിക്കുന്നുണ്ട്. സിറിയൻ ന്യൂനപക്ഷമായ ഡ്രൂസെ വിഭാഗക്കാരും മേഖലയിൽ കഴിയുന്നു. ഗോലാൻ ശക്തിപ്പെടുത്തുന്നത് ഇസ്രായേൽ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന് നെതന്യാഹു പ്രതികരിച്ചു. 1967 6 ദിന യുദ്ധത്തിലാണ് ഗോലാൻ കുന്നുകളുടെ ഭൂരിഭാഗവും ഇസ്രായേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തത്. രാജ്യാന്തര തലത്തിൽ ഇസ്രായേലിന്റേത് അനധികൃത കുടിയേറ്റമായാണ് കണക്കാക്കുന്നത് എങ്കിലും 2019 അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗോലാൻ കുന്നുകളിൽ ഇസ്രായേലിന്റെ സ്വയംഭരണാധികാരത്തെ പിന്തുണച്ചിരുന്നു. ജനുവരി 20 ട്രംപ് വീണ്ടും പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നതോടെ കാര്യങ്ങൾ ഒന്നുകൂടി തങ്ങൾക്ക് അനുകൂലമാകും എന്ന കണക്കുകൂട്ടലാണ് ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളോട് സിറിയയിൽ അധികാരം പിടിച്ചെടുത്ത ഹയത്ത് തഹ്രീർ അസ്ലാം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഗോലാൻ കുന്നുകളിൽ പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ ഇറാഖും സൗദി അറേബ്യയും UAEയും രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.